നമ്മുടെ ക്രിസ്മസ് എക്സാമിന് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് പരിചയപ്പെട്ടാലോ? ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേടാ. ചതുരത്തിന്റെ 1/8 ഭാഗം ചുവപ്പ് നിറവും 1/4 ഭാഗം പച്ച നിറവും 1/2 ഭാഗം നീല നിറവും കൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് ഏതൊക്കെ സെക്ഷൻസ് ആണെന്ന് അറിയണം. സോ ചതുരത്തിന് ഇവിടെ എത്ര ഭാഗങ്ങളാക്കിയിട്ടുണ്ട്? 8 പീസ് ആക്കിയിട്ടുണ്ട്. ഈ 8 പീസില് ഒരാൾക്ക് മാത്രം, അതാണ് 1/8 അല്ലെ. 8 പീസിൽ ഒരാൾക്ക് മാത്രം, ഞാൻ ഒരാളെ മാത്രം ചൂസ് ചെയ്തു. അയാൾക്ക് ഞാൻ എന്ത് കളർ കൊടുക്കണം? ചുവപ്പ് കളർ കൊടുക്കണം. ഓക്കെ, അപ്പോ എനിക്കിവിടെ കൃത്യമായിട്ട് കളർ ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിവിടെ ഒരു നൈസായിട്ട് ചുവപ്പ് കളർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. 1/4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാൽ ഭാഗമാണ്. കാൽ ഭാഗം, ഒരു ചതുരത്തിന്റെ കാൽ ഭാഗമാണ് 1/4. അപ്പൊ ക്വാർട്ടർ ഭാഗം. ഈ 1/4ന് പച്ച കളർ കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അതും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് നൈസായിട്ട് ഇതേ കാൽ ഭാഗം മാത്രം ഞാൻ എന്ത് ചെയ്തു? പച്ച കളർ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് നമ്മളോട് എന്താ പറയുന്നത്? അതിന്റെ 1/2 ഭാഗം നീല കളർ കൊടുക്കാനാണ്. ഈ 1/2 എന്ന് പറഞ്ഞാൽ എന്താണടാ? ഹാഫ് ആണല്ലേ. അപ്പൊ ഈ ഒരു ചതുരത്തിന്റെ പകുതി ഭാഗം, ഈ പകുതി ഭാഗം മൊത്തവും എന്ത് കളർ കൊടുക്കണം? ബ്ലൂ കളർ കൊടുക്കണം. അപ്പൊ എങ്ങനെ വരും? ഈ ഒരു ചതുരത്തിന്റെ പകുതി ഭാഗവും ഞാൻ എന്ത് കൊടുക്കുന്നു? ബ്ലൂ കളർ കൊടുക്കുന്നു. ഗൈസ്, ഇത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അത്രയ്ക്ക് വൃത്തിക്ക് കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ച A ക്വസ്റ്റ്യനും B ക്വസ്റ്റ്യനും C ക്വസ്റ്റ്യനും നിങ്ങൾ ശ്രദ്ധിക്കുക. നിറമില്ലാത്ത ഭാഗം ഇതിൽ ഏതെങ്കിലും ഉണ്ടോ എന്നാണ് ചോദ്യം. ശരിയാണ്, നിറമില്ലാത്ത ഭാഗം അവിടെ ഉണ്ട്. പക്ഷെ നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്, അത് ചതുരത്തിന്റെ എത്ര ഭാഗമാണ്? ശരിക്ക് 8 പീസാക്കിയതിൽ ഒരാളാണ് നിറമില്ലാത്തത്. പക്ഷെ C ക്വസ്റ്റ്യന്റെ ഉത്തരം നിങ്ങൾ പറയണം, ഇത് ഭിന്നസംഖ്യ ആയിട്ട് എഴുതാമോ? അപ്പൊ ഭിന്നസംഖ്യ ആയിട്ട് ആ നിറമില്ലാത്ത ഭാഗത്തെ എങ്ങനെ പറയുന്നുള്ളത് കമന്റ് ബോക്സിൽ പറയാം.